സിദ്ധാർത്ഥന്റെ തുല്യമായ അച്ഛൻ 2 സംഭവങ്ങൾ ജയപ്രകാശ് ഇപ്പോൾ നമുക്കൊപ്പം നടന്നിട്ടുണ്ട്. ഇത് ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, അങ്ങയുടെ മകന്റെ മരണം CBI അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇപ്പോൾ ഉത്തരവായി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഞാനത് ശരിക്കും അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടി. ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു ഉറപ്പ് തന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരു ഉറപ്പ് കിട്ടിയെന്ന്. ഏതായാലും വളരെ സന്തോഷം എന്നെനിക്ക് പറയാൻ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഇനി ഉണ്ടാവുമെന്നറിയില്ല. തൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി അതിൽ പറഞ്ഞതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നു. CBI അന്വേഷണമാണെങ്കിൽ അന്വേഷിക്കാം. അത് ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ എടുക്കും, നിഷ്പക്ഷമായിട്ട് അദ്ദേഹം ഒരു ആക്ഷൻ എടുത്തതിൽ എനിക്ക് തൃപ്തിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആവലാതികൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ അപേക്ഷ കൊടുക്കുന്നതോട് കൂടി എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ്, അതിലെ കൂടെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഇത് ഒരു ആക്ഷൻ വന്നതിൽ എനിക്ക് തൃപ്തിയുണ്ട്. ഇനിയുള്ള CBI അന്വേഷണം നല്ല രീതിയിൽ നടക്കുമെന്നാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തിലോട്ട് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ, ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുകളുണ്ടായിരുന്നു. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോടും എല്ലാവരോടും പറഞ്ഞു, ഈ അക്ഷയ് എന്ന് പറഞ്ഞ അവസാനം വരെ അവനെ ഫോൺ നിയന്ത്രിച്ചത് അക്ഷയ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നൊരു പ്രതിപട്ടികയിൽ വന്ന് ദേവരാഗ് എന്ന് പറഞ്ഞിട്ട് പ്രതിപട്ടികയിൽ വന്നതല്ല, ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പേര് ദേവരാഗ്. അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അവൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മ ആഹാരം വെച്ച് കൊടുത്തതാണ് ദേവരാഗ്. അവനും ഉപദ്രവിച്ചതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സങ്കടമാണ്. ഇതൊക്കെ ഓരോ പ്രാവശ്യം അവൻ്റെ അമ്മ കേൾക്കുമ്പോൾ ഓരോ പ്രാവശ്യം തളർന്നു പോവുക. അവൻ ഇതിൽ പേരൊന്നും ഇതിലൊന്നും വന്നിട്ടില്ല. 302 ചുമത്തിയിട്ടില്ല, ഒന്നും ചുമത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ CBIയിലേക്ക് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം, ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് വെച്ച് ഇത് അട്ടിമറിക്കപ്പെടും. ഒരിക്കലും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തുന്നില്ല, എനിക്ക് താല്പര്യവുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ പോയിട്ട് സമ്മർദ്ദം മൂലം ചിലപ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവസാനം വന്നിട്ട് ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് എനിക്കിത് സംശയമുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മകന് നീതി കിട്ടില്ല, പല രീതിയിലുള്ള ഭാഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അന്വേഷണം ഇങ്ങനെ വന്നതിൽ നല്ലത്. അത് ഒരുപാട് പേരുകളിൽ വരാനുണ്ട്. നമ്മൾ ഉന്നയിച്ച ഡീൻ ഇതിൽ വന്നിട്ടില്ല. ഈ പ്രതിപട്ടികയിലൊന്നും ഡീന് വന്നിട്ടില്ല. മുഖ്യ പ്രതികളിൽ ഒന്നാണ് ഡീനും കാന്തനാഥൻ്റെ ഭാര്യയ്ക്കും പങ്കുണ്ട് ഇതിൽ. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരണമല്ലോ. വന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ ശരിയായിട്ടുള്ള ട്രാക്കിലാണ് എന്നറിയാൻ പറ്റുള്ളൂ. അത് വന്നിട്ടില്ല. ഡീന് മുഖ്യ പ്രതിയാണ്. അവിടെ 3 ദിവസം വരെ അവനെ ബ്രൂട്ടലായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഈ ഡീൻ എന്താ കാണാത്തത്? അസിസ്റ്റന്റ് വാർഡൻ കാശിനാഥൻ എന്താ കാണാത്തത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് പോവുക. ഡീനിനറിയാം, കാന്തനാഥനറിയാം അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്, അവിടെ പീഡനം നടക്കുകയാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴേ കുറച്ച് കുട്ടികൾ പറയുന്നത് എല്ലാ ദിവസവും നടക്കുകയാണ്, അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യില്ല. വളരെ നിസ്സാരമായിട്ട് പറയുക. എല്ലാ ദിവസവും അവിടെ ചിലപ്പോൾ റാഗിങ്ങേറ്റ് നടക്കും, ചിലപ്പോൾ അവിടെ അവർ വിചാരണ നടക്കും. അതുകൊണ്ട് ഡീനൊന്നും അങ്ങോട്ട് വന്നിട്ട് മൈൻഡ് ചെയ്യാറില്ല. വളരെ സങ്കടമാണ് അത് കേട്ടപ്പോൾ. ഇപ്പോൾ ഒരു മിനിറ്റ് മതി ഡീൻ അവിടെ നിന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, കൊലപാതകം കഴിഞ്ഞിട്ട് ഡീൻ എന്താ ചെയ്തത്? കൊലപാതകളെ കൂടെ തന്നെ നിന്നിട്ട് ബോഡി അഴിച്ചു മാറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1 മണിക്ക് നടന്ന സംഭവം എല്ലാം അഴിച്ചു മാറ്റി കൊണ്ടുപോയി പോലീസിൽ അറിയിക്കുന്നത് 5 മണിക്കാണ്. ആന്റി ശ്രീ റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ച ഒരു റിപ്പോർട്ട് ഡീനിനോട് കൊടുത്തു. ഡീൻ അത് പൂഴ്ത്തി വെച്ചു. അതിൻ്റെ പേരിൽ പുതിയ VC വന്നിട്ട് ഡീനിനെ സസ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല, മാഡത്തിന് അത് അറിയുമെന്നറിയില്ല. ഇതൊക്കെയാണ് സംഭവിച്ചത്. ശ്രീ അപ്പോൾ ഈ ജയപ്രകാശ് 10 ശ്രീ ജയപ്രകാശ്, ഇതിലിപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ മൊഴി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ TV പ്രസാദ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് ഇന്ന് രാവിലെ എത്തിച്ചിരുന്നു. അതിൽ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. 130 പേർ ആ ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ അതിൽ 100ഓളം പേർ കണ്ടിട്ടേ ഇല്ല എന്ന് മൊഴി നൽകുകയാണ്. കണ്ടവർ ആ ക്രൂരത വിവരിക്കുന്നുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഒളിപ്പിച്ചു വെച്ചവർ അതിലും വലിയ കുറ്റകൃത്യമല്ലേ ചെയ്തിരിക്കുന്നത്? ഉറപ്പായിട്ടും ഒളിപ്പിച്ച് വെച്ചവർ അത് കൃത്യമായിട്ട് എന്തിനാ ഇവരെ ആരെ ഭയക്കുന്നത്? ഇനി ഭയക്കേണ്ട കാര്യം എന്തോന്നാ? അവർ ഭയക്കുന്നു, ആരെയൊക്കെയോ ഭയക്കുന്നു. ഒന്നുകിൽ അവിടെ ഉള്ള നേതാക്കന്മാരെ ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമായിട്ടുള്ള പുറത്തുള്ള നേതാക്കന്മാരെ ആയിരിക്കും. 130ഓളം പേർ മാത്രമല്ല കണ്ടത്, 130 അത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്നു. 10-30ഓളം പേർ ആക്രമിക്കുന്നു. ഏകദേശം 150-160 പേര് ആ സമയത്ത് സ്പോട്ടിലുണ്ട്. ഇത് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകദേശം 200ഓളം പെൺകുട്ടികൾ ലൈവായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വിവരം എനിക്ക് കിട്ടി അവരുടെ ഹോസ്റ്റലിൽ. അപ്പോൾ ഏകദേശം 400ഓളം പേര് ഈ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുക ഒരേ സമയം. അപ്പോൾ അത് വളരെ ബ്രൂട്ടലല്ലേ. 400ഓളം പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരാൾ പോലും അതിനൊരു വിവരം കൊടുക്കുന്നില്ല. ഡീൻ കൂട്ടു നിൽക്കുന്നു. ഡീൻ അത് കഴിഞ്ഞിട്ട്
ആ, തെളിവ് നശിപ്പിക്കാൻ നിൽക്കുന്നു. 500 സീറ്റല്ലേ ഒരു വർഷമുള്ളൂ. ഇപ്പോൾ ഒരു ഡിഗ്രി അവർ കൊടുക്കുന്നുണ്ട് BVSന്. 500 കുട്ടികളുള്ളതിൽ 400 പേര് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഇനി ആ കുട്ടികൾ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കോളേജിൽ തന്നെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിന് നിയമവശം അറിയില്ല, എന്നാലും പറയുക. ഡീൻ ഉൾപ്പെടെ കൂട്ടു നിൽക്കുന്നു. ഇത്രയും 400ഓളം കുട്ടികൾ കൂട്ടു നിൽക്കുന്നു. പിന്നെ എന്തിനാ ആ കോളേജ് പഠിക്കുന്നത്? അവർ മൃഗങ്ങളെ സംരക്ഷിക്കാൻ, മൃഗങ്ങളെ ഡോക്ടറല്ലേ അവർ? അതിന് വേണ്ടിയിട്ടല്ലേ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം പാസ് ഔട്ടായി ഇറങ്ങേണ്ടത്. ഇനി അവരെ പ്രവർത്തിക്കേണ്ട, കോളേജും പ്രവർത്തിക്കേണ്ട. തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. തിങ്കളാഴ്ച മുതൽ മാഡം, ഞാൻ വികാരമായിട്ട് പറയണമല്ല, പ്രവർത്തിക്കേണ്ട ഒരു തീരുമാനമായിട്ട് മതി. അത് പ്രവർത്തിക്കണോ വേണ്ടെന്നുള്ളത്. 400ഓളം പേര്, വെറും 30 പേര് ചെയ്ത ഒരു അക്രമമല്ല. 400ഓളം കുട്ടികൾ കൂട്ടുനിന്നൊരു അക്രമം. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. ഒരാൾക്കൊരു ഫോൺ കോൾ മതിയായിരുന്നു ഒരു മിനിറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ നന്ദി ശ്രീ ജയപ്രകാശ് പ്രതികരിച്ചതിന്. സിദ്ധാർത്ഥന്റെ പിതാവ്